ദിവസത്തിന്റെ പകൽക്കാലത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുമിച്ച് ധ്യാനിപ്പാൻ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം വരാൻ പോകുന്ന ചില അനുഭവങ്ങളെ കുറിച്ച്, കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. ധാരാളം മർമ്മങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും ചുരുക്കമായ ചില ചിന്തകളാണ് നമ്മൾ ഇന്ന് പകൽക്കാലം പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനം, കർത്താവിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. മണവാളനായ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ തക്കവണ്ണം തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന കാന്തയാണ് ദൈവസഭ. നമുക്കൊരു നിമിഷം കൂടെ ശിരസ്സുകളെ നമിക്കാം. നമുക്ക് ദൈവത്തോടും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മമണവാളനായ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ തക്കവണ്ണം എനിക്ക് വേണ്ടും പോലെ ഒരുങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തോട് ചോദിക്കാം. ഇല്ല എങ്കിൽ ഇനിയും ഞാൻ ഒരുങ്ങേണ്ടതുണ്ടോ? ഏതെല്ലാം ഭാഗങ്ങൾ ഞാൻ ക്രമീകരിക്കേണ്ടതുണ്ട്? ആ കർത്താവിനെ മധ്യാകാശത്തിൽ എതിരേൽക്കുവാൻ ഒരു നല്ല ഒരുക്കത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. വചനപ്രകാരം ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ ദൈവത്തിന്റെ വചനം എൻ്റെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമാക്കി എന്നെ ഒരുക്കണമേ. ഞാൻ കഷ്ടത്തിലാകും മുമ്പേ തെറ്റിപ്പോയി, എന്നാൽ ഇന്ന് ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ മടങ്ങി വരുന്നു എന്ന് ഭക്തൻ പറഞ്ഞതുപോലെ നമുക്കൊരു മടങ്ങി വരവിനായി ആത്മമണവാളനായ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ, ഓ ഹല്ലേലൂയ, നമ്മെ തന്നെ ഒരുക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം. എന്റെ കർത്താവിന്റെ വരവ് വാതിൽക്കലാണ്. അതിനായിട്ട് ലോകം വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈറ്റുനോവിന്റെ ആരംഭങ്ങൾ ലോകത്തിൽ അങ്ങുമങ്ങും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വ്യത്യാസം ലോകത്തിന് സംഭവിക്കുവാനായിട്ട് തിടുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ച് ഇന്ന് പകൽക്കാലം കർത്താവേ എന്നെ നന്നായി ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരം ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെ കർത്താവിന്റെ ശബ്ദം, യേശുവിന്റെ ശബ്ദം പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നതായിരുന്നു. യേശുവിന്റെ ശബ്ദം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ശബ്ദമാണ്. യേശുവിനെ അനുഗമിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ലാവണ്യ വാക്കുകൾ എന്നാണ്. യേശു കർത്താവിന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരിക്കുമ്പോൾ തന്നെ ആ കർത്താവിന്റെ ശബ്ദത്തിനകത്ത് ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു. ഒരിക്കൽ യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ ചില പടയാളികളെ സന്നദ്ധി സംഘം പറഞ്ഞയച്ചു. അവർ വെറുതെ മടങ്ങി വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ അത് ഒന്നും മിണ്ടാതെ യേശുവിനെ കൊണ്ടുവരാതെ മടങ്ങി വന്നത്? അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെയല്ല യേശു സംസാരിക്കുന്നത്. യേശുവിന്റെ വാക്കിനകത്തൊരു അധികാരമുണ്ട്. ഇന്ന് പകൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആദരത്തിനകത്ത് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നമ്മൾ കൽപ്പിച്ചാൽ ചിലത് ദേശത്ത് സംഭവിപ്പാൻ ഇടയായി തീരും. ദേശത്തെ ഭരിച്ചു മുടിക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ തകർക്കുവാൻ ദൈവസഭയ്ക്കാണ് കർത്താവ് അധികാരം തന്നിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന അധികാരം നമ്മൾ ഉപയോഗിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ.
മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള ആ കർത്താവിന്റെ അധികാരമാണ് തന്റെ മക്കൾക്ക് ദൈവം അത് ഇന്ന് പകൽക്കാലം കൈമാറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മേൽ ദൈവം നൽകുന്ന അധികാരം എന്തെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. യേശു കർത്താവ് അത് കടലിനെ നോക്കി കാറ്റിൽ നോക്കി അടങ്ങാൻ പറഞ്ഞപ്പോൾ അടങ്ങിയെങ്കിൽ, മരിച്ചവനെ നോക്കി എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവന്റെ ജീവൻ അതിൽ മടങ്ങി വന്നുവെങ്കിൽ, ആ ക്രിസ്തുവിന്റെ മേലുള്ള അധികാരം എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ കർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ യജമാനനായ കർത്താവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നതാണ്. എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇന്ന് പകൽക്കാലം അതിനെ മടക്കി വിളിക്കുവാൻ ആര് തയ്യാറാകുന്നു? നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ ഇന്ന് പകൽ എന്റെ ദൈവം ഒരു മഹാവീരനെ പോലെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരപ്പെടുവാൻ ഏതൊക്കെയോ നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ ലോകം മുഴുവൻ വിളിച്ചു പറയൂ, ഇത് അവസാനിച്ചൊന്നില്ല. അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് പകൽ എന്റെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുകയാണ്. ഏതൊക്കെയോ മേഖലയിൽ ശത്രു അവഗണിച്ചു കൊണ്ടുപോയതിന് ഇന്ന് പകൽക്കാലം മടക്കി പ്രാപിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു? അവർക്ക് ദൈവത്തെ സ്തുതിക്കാം, അവർക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ തകർത്ത ഇടിമുഴക്കം പോലെ എന്റെ കർത്താവ് ദേശത്തോട് സംസാരിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെ. പുരുഷാരം ആർപ്പിടുമ്പോൾ അധികാരികൾ പോലും ഭയപ്പെടും. ഏത് കോണിൽ നോക്കിയാലും പ്രതിഷേധ പ്രകടനങ്ങളും സമരമുറകളുമാണ്. ലോകം മുഴുവൻ, അതായത് നമ്മുടെ സംസ്ഥാനം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് എല്ലായിടത്തും സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് സമാധാന പ്രഭുവായ കർത്താവിന്റെ വാക്കുകൾക്ക് പ്രാധാന്യമുള്ളത്. ഇന്ന് പകൽക്കാലം നമ്മുടെ വാക്കുകള് കർത്താവ് അധികാരത്തോടെ കൽപ്പിക്കുവാൻ നമ്മെ ഉപദേശിക്കുമ്പോൾ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഒരു ദൈവവേദന്റെ അകത്തിരിക്കുന്നിടത്തോളം ആ വ്യക്തിയുടെ വാക്കിനും അധികാരമുണ്ട്. നമുക്ക് ദൈവം നൽകുന്ന അധികാരം ലോകം തരുന്ന അധികാരമല്ല. കർത്താവിന്റെ വാക്കിന്റെ ശബ്ദം പുരുഷാരത്തിന്റെ ഘോഷം പോലെ, ഒരു വലിയ പുരുഷാരം ഒരുമിച്ച് ഏർപ്പെടുന്നത് പോലെയാണ് ദൈവത്തിന്റെ ശബ്ദമെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം വായിക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഇവിടെ സ്വർഗത്തിലെ കേട്ട ശബ്ദം യോഹന്നാൻ എഴുതിയിരിക്കുന്നത് വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ. ആളുകളുടെ എണ്ണം മാത്രമല്ല, അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതാണ് അത് യോഹന്നാൻ കേട്ടത്. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അപ്പൊ സ്വർഗത്തിൽ ഇങ്ങനെ നിരന്തരമായി ഈ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. യോഹന്നാൻ ഒരു പ്രാവശ്യം ആത്മവിവശതയിൽ അവിടെ കയറിപ്പോയി ആ ശബ്ദം കേട്ടു എന്നേ ഉള്ളൂ. സ്വർഗത്തിൽ ഇങ്ങനെ നിരന്തരമായ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചക പുസ്തകം 6-ാം അധ്യായം നമ്മൾ കാണുന്നതല്ലേ, സാറാബുകൾ നിരന്തരമായി സ്വർഗത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് യെശയ്യാവ് അത് ആത്മവിവശതയിൽ യെശയ്യാവ് ആ കാഴ്ച കാണുകയാണ്. 6 ചിറകുള്ള സാറാബുകൾ 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്ന ആർപ്പിന്റെ മുമ്പിൽ അത് ആലയത്തിന്റെ ഉമ്മരപ്പടികൾ കുലുങ്ങുവാന്നൊക്കെ വേണം.
അപ്പോൾ അവിടെ നിരന്തരമായ ആരാധന നടക്കുകയാണ്. യെശയ്യാ ഒരു പ്രാവശ്യം അത് കണ്ടു, യോഹന്നാൻ മറ്റൊരു പ്രാവശ്യം അത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ആരാധന ഭൂമിയിൽ വെളിപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ അടങ്ങിയിരിക്കുവാൻ സമയമില്ല. ആ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ, തന്റെ മണവാട്ടിയെ കാണുവാൻ, ചേർക്കുവാൻ സമയമായി കർത്താവ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഒരുങ്ങണം. നമ്മുടെ ഒരുക്കത്തിനാണ് താമസം. നമ്മുടെ ഒരുക്കം പൂർത്തിയായാൽ മണവാളൻ വരും. അത് കർത്താവ് ഇറങ്ങി വരണമെങ്കിൽ ചില ഒരുക്കങ്ങൾ വേണം. വേദപുസ്തകത്തിലുടനീളം നമുക്കത് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയോട് പറയുന്നു, നീ ഇറങ്ങിച്ചെന്ന് ഇന്നും നാളെയും നിന്റെ ജനത്തെ ശുദ്ധീകരിക്കാം. 3-ാം ദിവസം ദൈവം ഇറങ്ങി വരും. മുകളിൽ ഇറങ്ങി വരണമെങ്കിൽ താഴ്വരയിൽ നിൽക്കുന്ന ജനം ഒരുങ്ങണമായിരുന്നു. 2 ദിവസത്തെ ഒരുക്കം, അത് ജനം ഒരുങ്ങി ആ പർവ്വതത്തിൽ നിന്ന് 200 മുഴം അകലെ വരെ മാത്രമേ ആ മനുഷ്യൻ നിൽക്കാൻ പാടുള്ളൂ. ആ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ദൈവം ഇറങ്ങുമ്പോൾ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്ന് 200 മുഴം അകലെ നിൽക്കുന്ന ജനം 2 ദിവസം തങ്ങളെ തന്നെ കാത്തിരിക്കും. ദൈവം എത്രമാത്രം വിശുദ്ധനാണെന്ന് ഉള്ളതിന്റെ തെളിവാണത്. ഇന്ന് പകൽ നമുക്ക് എത്രമാത്രം ഒരുങ്ങുവാനായിട്ട് കഴിയുന്നു. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ആ കർത്താവിന്റെ സ്പർശനം അനുഭവിക്കുവാൻ, ആ ദൈവിക വിടുതൽ അനുഭവിക്കുവാൻ, ദൈവാലയത്തിലേക്ക് വരുവാൻ നമ്മൾ എത്രമാത്രം ഒരുങ്ങി? എത്രമാത്രമാണ് ആത്മാവിന്റെ ഭാരത്തോടെ, ദാഹത്തോടെ നമ്മൾ ഒരുങ്ങിയത്? ശിമ്യോനെ കുറിച്ച് പറയുന്നത്, അവൻ ദൈവാലയത്തിലേക്ക് ആത്മാവിന്റെ നിയോഗത്തോടെ കടന്നുപോയി. യേശു കുഞ്ഞിനെ കരങ്ങളിൽ വഹിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ കുഞ്ഞിനെ കരങ്ങൾ വഹിച്ചിട്ട് ശിമ്യോൻ പറയുകയാ, സകല ജാതികൾക്കും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണു കണ്ടുവല്ലോ. സകല ജാതികൾക്കും വേണ്ടി ദൈവം ഒരുക്കി വെച്ച രക്ഷയെ കാണുവാൻ ശിമ്യോൻ ആത്മനിയോഗത്തോടെ ദൈവാലയത്തിലേക്ക് പോയി. ഇന്ന് പകൽക്കാലം ആരൊക്കെ ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെയാണ് ദൈവസന്നിധിയിൽ വന്നവോ അവർക്കാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അവരോടാണ് ദൈവത്തിന് സംസാരിപ്പാനുള്ളത്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും ദൈവം സർവശക്തനാണ്. ദൈവത്തിന്റെ ശബ്ദം പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാമത് വാക്യം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ ജീവികൾ സംസാരിക്കുന്നത് യോഹന്നാൻ കേൾക്കുകയാണ്. അപ്പൊ പുരുഷാരത്തിന്റെ ഘോഷം മാത്രമല്ല, പിന്നെയോ ജീവികളും സംസാരിക്കുക. സ്വർഗത്തിലെ സകല ജീവജാലങ്ങളും അത് ഒരുപോലെ സംസാരിക്കുന്നു. ഭൂമിയിലെ ശബ്ദത്തിന് വ്യത്യസ്തമായി ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ. സ്വർഗത്തിലെ ശബ്ദം. ഭൂമിയില് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആർക്കെങ്കിലും ശബ്ദത്തിന് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. സ്വർഗത്തിലെ ആരാധന ഇടിമുഴക്കം പോലെയുള്ള ആരാധനയാണ്. അപ്പൊ ദൈവത്തെ ആരാധിക്കുവാൻ അത് ദൈവം വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ വായും പൂട്ടി ഇരിക്കേണ്ടുന്നവരല്ല, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഒരിക്കലും ദൈവദാസൻ അവിടെ പറഞ്ഞത്, ഒരു ചർച്ചിൽ 21 ഉപവാസം നടക്കുമ്പോൾ അയൽവക്കക്കാർ പരാതി പറഞ്ഞു, അവരെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന്. അവരോട് ചോദിച്ചു, പോലീസ് ചോദിച്ചു എത്ര മണിക്ക് വരെ നിർത്തും? അതൊരു 9 മണിയാകുമ്പോൾ നിർത്തും. 9 മണിക്ക് മുമ്പേ ഉറങ്ങുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. എങ്കിലും പോലീസ് വന്നു അവിടുത്തെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് അത് അയൽക്കാർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പരാതി വന്നിരിക്കുന്നത്. ആ പാസ്റ്റർ വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അകത്തുകൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇത്രയും ബഹളത്തിനകത്തിരുന്ന് ഉറങ്ങുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. അതാണ് നമ്മുടെ ആളുകൾ. എത്ര ഇടിമുഴക്കത്തോടെ
ശബ്ദം കേട്ടാലും അതിനകത്ത് ഉറങ്ങുന്ന ആളുകൾ അതൊരു വലിയ ഭാഗ്യമല്ലേ? അതൊരു ഭാഗ്യമാണ്. 4-ാം സങ്കീർത്തനം 8-ാം വാക്യം പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവ എന്നെ. ഇപ്പൊ ഒരു ഭയവുമില്ല, അതുകൊണ്ട് ഉറക്കത്തിലായിന്ന്. ഇന്ന് പകൽ ഉണരുവാനുള്ള സമയമായി. ഉറങ്ങുവാനും മയങ്ങുവാനുള്ള സമയമല്ല. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഉറങ്ങുവാനും മയങ്ങുവാനുമല്ല. നാം കർത്താവിന്റെ ശബ്ദം, സ്വർഗത്തിലെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ, അത് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ ജീവികൾ സംസാരിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 6-ാമത് വാക്യം, അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു. കർത്താവിന്റെ ശബ്ദം ഒരാള് സംസാരിക്കുന്ന ശബ്ദമല്ല, ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെ. ആ ശബ്ദത്തിന്റെ മുമ്പിൽ അടുത്ത വാക്യം കൂടെ വായിക്കാം. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. ഒക്കണമേ, ദാനിയേലിന് മാത്രമേ അത് കാണാനായിട്ട് കഴിഞ്ഞുള്ളൂ. കൂടെ ഉള്ളവർക്കാർക്കും അത് കാണുവാൻ കഴിഞ്ഞില്ല. ദാനിയേലാണ് ദേശത്തിന്റെ വിടുതലിന് വേണ്ടി 21 ദിവസം ഉപവസിച്ചത്. കൂടെ ഉള്ളവരാരും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും. ഇന്ന് പകൽ നമുക്കൊന്ന് ഉണർന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുമോ? നമ്മുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാമത് വാക്യം, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. യോഹന്നാൻ യേശുവിന്റെ ശബ്ദം കേട്ടിട്ട്, ആ യേശുവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ യേശുവിന്റെ കാൽക്കൽ വീണുവെന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ മരിച്ചില്ല, പക്ഷെ മരണകരമായ പരിഭ്രമമുണ്ടായി. യേശുവിനെ വ്യക്തിപരമായി കണ്ടപ്പോൾ, യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ യേശുവിന്റെ മാറോട് ചാഞ്ഞിരുന്നവനാണ് യോഹന്നാൻ. യേശുവിന്റെ ഹൃദയമിടിപ്പുകളെ തിരിച്ചറിഞ്ഞവനാണ് യോഹന്നാൻ. പക്ഷെ ആത്മവിവശതയിൽ കർത്താവിനെ കാണുമ്പോൾ, തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ യോഹന്നാൻ കാണുമ്പോൾ, അവൻ മരിച്ചവനെ പോലെ നിലത്തു വീണു. ഇന്ന് പകൽ ഈ കർത്താവിനെ വ്യക്തിപരമായി ഒരു വ്യക്തി കണ്ടെത്തിയാൽ അവൻ ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. നമുക്കെന്താ ദൈവത്തെ ഭയമില്ലാത്തതെന്ന് അറിയാമോ? ദൈവത്തെ ഭയമില്ലാത്തത് ഈ ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ല. യഥാർത്ഥമായി 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പൊ ദൈവത്തെ രുചിച്ചറിയുവാൻ നമുക്ക് കഴിയണം. കർത്താവിനെ ഒന്ന് തൊട്ടു നോക്കുവാൻ. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഈ കർത്താവിനെ ഞങ്ങൾ തൊട്ടു നോക്കിയതാ, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ, ആ ശബ്ദം ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതാണ്. ആരെങ്കിലും പറഞ്ഞു കെട്ടുതല്ല ക്രിസ്തു,
ആ കർത്താവ് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്, ഞങ്ങൾക്ക് തൊട്ടു നോക്കാൻ കഴിഞ്ഞതാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം ജനം ധരിച്ച ആ ക്രിസ്തുവിനെ ആർക്കൊക്കെ ഒന്ന് തൊട്ടു നോക്കുവാനായിട്ട് മനസ്സുണ്ടോ? ആ കർത്താവിനെ തൊട്ടു നോക്കുവാൻ തക്കവണ്ണ് നമ്മുടെ അടുക്കലാണോ? അവൻ നമ്മെ ശക്തീകരിപ്പാൻ, അവൻ നമ്മെ ബലപ്പെടുത്തുവാൻ, അവൻ നമ്മെ നടത്തുവാൻ സർവശക്തനാണ്. രക്ഷിപ്പാൻ കഴിയാതെവണ്ണം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഓ ഹല്ലേലൂയ! ഇന്ന് പകല് വ്യക്തിപരമായി ഈ കർത്താവിനെ ഒന്ന് തൊടുവാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ അടങ്ങിയിരിക്കരുത്, അവർക്ക് അടങ്ങിയിരിക്കുവാൻ സമയമില്ല. ആ കർത്താവിനെ എതിരേൽപ്പാൻ നമ്മെ തന്നെ ഒരുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ! സ്വർഗത്തിലെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആ ശബ്ദം കേൾക്കുകയും ആ കർത്താവിനെ ഒന്ന് കാണുവാൻ ഭാഗ്യം ലഭിച്ച യോഹന്നാൻ മരിച്ചവനെ പോലെ നിലംപരിശായി. ആ കർത്താവുമായി വ്യക്തിപരമായ ഒരു ബന്ധം വന്നാൽ ആ മനുഷ്യൻ അത് ചലനമറ്റ ഒരു ജീവിയെ പോലെ മാറും. പ്രതികരിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. നമ്മൾ ഇപ്പോഴും പ്രതികരിക്കുന്നു എങ്കിൽ ഏതൊക്കെയോ ഭാഗം ഇപ്പോഴും ചാകാനുണ്ട്. ലോകത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ലോകം എന്നിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുന്നുവോ? കർത്താവിന്റെ വചനം പറയും, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. നമ്മെ വായിക്കുന്നവർ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ ഇനിയും ഒരുങ്ങാനുണ്ട്. നമുക്കെങ്ങനെ ഒരുങ്ങാനായിട്ട് കഴിയും? നമ്മുടെ ശാരീരികമായി ഒരുങ്ങണം, മാനസികമായി ഒരുങ്ങണം, ആത്മീകമായി ഒരുങ്ങണം. ഏത് സമയത്തും കർത്താവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കപ്പെടേണ്ടത് ആവശ്യമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഒരുങ്ങണം? കർത്താവിന്റെ ശബ്ദം പുരുഷാരത്തിന്റെ ഘോഷം പോലെ പറഞ്ഞത് കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ കർത്താവിനെ എതിരേൽക്കണം? കർത്താവ് രാജാവായിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ! രാജകീയ മഹാപുരോഹിതനാണ് കർത്താവ്. ആകാശത്തിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അവൻ തന്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ ഇറങ്ങി വരുവാൻ സമയമായി. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാമത് വാക്യം, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ലോകരാജ്യത്വം കർത്താവിനും ക്രിസ്തുവിനും എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പലപ്പോഴും യഹോവയായ കർത്താവിനെ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിന് അധികാരം, ലോക രാജ്യത്വം ക്രിസ്തുവിന്റെ മേൽ കൈമാറപ്പെടാനുള്ള സമയമായി. ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന വേദപുസ്തകം പറയുന്നത്. ലോകത്തെ മുഴുവനും ഭരിക്കപ്പെടുന്ന ഒരു രാജാവ് വരാൻ സമയമായി. ലോകത്തിൻ്റെതായ സാഹചര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. 10 കൊമ്പ് ഒരുമിച്ച് മുളച്ചു വരുന്നത്. 10 രാജ്യങ്ങൾ തമ്മിൽ ഇവിടെ കൂട്ടായ്മ ആയി കഴിഞ്ഞു. ഇനി അതിൽ ഒരുവൻ എഴുന്നേൽക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ യഹൂദന്റെ ആലയം പണിയപ്പെടാനുള്ള സാഹചര്യങ്ങളും യഹൂദന്റെ ആലയത്തിൽ യാഗം കഴിക്കാനുള്ള ചുവന്ന പശുക്കൾ വരെ ആയിക്കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ 10 പേരിൽ ഒരാൾ എഴുന്നേൽക്കണം. അത് മാത്രമേ സംഭവിക്കാനുള്ളൂ. അതിന്റെ ഞെരുക്കമാണ് ഇവിടെ നടക്കുന്നത്. ലോകരാജ്യങ്ങളിലെല്ലാം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത് വചനം പറയുന്ന ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇന്ത്യയിൽ മാത്രമല്ല ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത്. അത് ആയിരക്കണക്കിന് ആളുകൾ അത് ഓരോ ദിവസവും കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ വരവ് വാതിൽക്കലാണ്. നമ്മൾ മറന്നു പോകരുത്. ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ കുറിച്ച് പറയുന്നത് ലോകരാജ്യം രാജത്വം നമ്മുടെ കർത്താവിന് മായി. 97-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത് വാക്യം,
97-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ വാഴുന്നു, യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ. ദൈവം വാഴുമ്പോൾ ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. സന്തോഷവും ആനന്ദവും ദൈവം വാഴുമ്പോഴേ ഉള്ളൂ. അതുവരെ ദൈവം കഷ്ടതയും വേദനയും ഞെരുക്കവും ബുദ്ധിമുട്ടുകളുമാണുള്ളത്. ദൈവത്തെ മക്കളുടെ ജീവിതത്തിൽ സാധനങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഓർക്കണം, ദൈവം വാഴാനുള്ള സമയമായി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് രാജത്വം എത്തിയിരിക്കുന്നു എന്ന് യോഹന്നാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ശബ്ദം കേട്ടതാണ്. രാജാവായി എന്റെ കർത്താവ് ഇറങ്ങി വരും. പഴയ നിയമത്തിൽ ദൈവത്തെ കുറിച്ച് പറയുന്നത് അതേ പർവ്വതങ്ങൾ കീറത്തക്കവണ്ണം എന്റെ ദൈവം ഇറങ്ങി വരും. തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, വെള്ളം തിളയ്ക്കുന്നത് പോലെ, പർവ്വതങ്ങൾ ഉരുകത്തക്കവണ്ണം എന്റെ ദൈവം ഇറങ്ങി വരുവാനിടയായി തീരും. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 111 അതേ വെളിപ്പാട് 11:17 പറയുന്നു, നമ്മുടെ കർത്താവ് ശക്തിയുള്ള കർത്താവ്. നമ്മുടെ കർത്താവ് ബലഹീനനായ കർത്താവല്ല. ഈ ലോകം യേശുവിനെ ക്രൂശിച്ച് അടക്കം ചെയ്തുവെങ്കിലും പിതാവായ ദൈവം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച ആ കർത്താവ് രാജാതി രാജാവായിട്ടാണ് വരാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. രാജാവ് ഉള്ളിടത്ത് രാജ കോലാഹലവുമുണ്ട്. കർത്താവ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അത്ഭുതങ്ങളാണ്. എന്റെ ദൈവമക്കളെ, ഇന്ന് ലോകത്തില് അവിടെ ഇവിടെ അങ്ങ് അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോൾ ഓർക്കണം, കർത്താവിനാലാണോ അത് സംഭവിക്കുന്നതെന്ന്. ഇന്നും അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. ഇന്നും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഉണ്ട്. പക്ഷെ ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാൻ ഇന്നും ഒരുക്കമാണ്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 2-ാമത് വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 22-ാം വാക്യം, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച രാജാവിനോട് സദൃശ്യം. അപ്പൊ ദൈവരാജ്യത്തെ എതിരേൽക്കുവാനാണ് നമ്മൾ ഒരുങ്ങേണ്ടുന്നത്. ഒരു രാജാവ് തന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി എല്ലാ സദ്യയും ഒരുക്കി, പക്ഷെ വിളിച്ച ആരും വന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അത് മറ്റു പ്രിയപ്പെട്ടവരോട് പറയുന്നു, വഴിത്തലക്കിൽ കണ്ടവരെയും കേട്ടവരെയും ഒക്കെ പോയി വിളിക്കുക. യേശു കർത്താവ് യഹൂദന്റെ രക്ഷയ്ക്കും വിടുതലിനും വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത്. യേശുവിനെ കേൾക്കുവാനോ ഉൾക്കൊള്ളുവാനോ യഹൂദന്മാർ അത് മനസ്സായില്ല. യേശുവിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു യോഗ്യതയില്ലാത്ത നമ്മെ എന്റെ കർത്താവ് വിളിച്ചു. ആ രാജാവിന്റെ കല്യാണത്തിനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവ് പറയുന്ന പല ഉപമകളുണ്ട്. ഒരു ഉപമയിൽ പറയുന്നത്, അതെ, രാജാവ് ആ കല്യാണശാലയിലേക്ക്, വിരുദ്ധശാലയിലേക്ക് വരുമ്പോൾ ഒരുവൻ കല്യാണ വസ്ത്രം ധരിക്കാതെ അകത്തിരിക്കുന്നത് അവനോട് ചോദിക്കുക, നീ എങ്ങനെ കല്യാണ വസ്ത്രം ധരിക്കാതെ ഇതിനകത്ത് വന്നു? ദൈവസഭയിൽ അംഗമായി തീരുവാൻ, പള്ളിയിൽ മെമ്പർഷിപ്പ് എടുക്കാനല്ല, ക്രിസ്തുവിന്റെ സഭയിൽ അംഗമായി തീരുവാൻ നമുക്ക് ഒരുക്കം ആവശ്യമാണ്. പള്ളിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു ഫാം ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ക്രിസ്തുവിന്റെ സഭയിലെ അംഗമായി തീരുവാൻ നമ്മൾ ഒരുങ്ങണം. അവിടെയാണ് നമ്മുടെ പേരെഴുതേണ്ടുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ട്, അതാണ് സഭ. ആ സഭയിലെ പേരെഴുതുമ്പോൾ ഈ ഭൂമിയിലല്ല, അതിന്റെ രഹസ്യം സ്വർഗത്തിലാണ്. ഒരു ദിവസം പേര് വിളിക്കുമ്പോൾ എന്റെ പേര് കാണുമോ? അതിനായി എനിക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഇവിടെ കിടക്കും. പക്ഷെ സ്വർഗത്തിൽ പോകാൻ ദൈവത്തിന് കഴിഞ്ഞില്ല എങ്കിൽ
ഈ ലോകത്തിൽ ഓടിയതും അധ്വാനിച്ചതും എല്ലാം വെറുതെയാണ്. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ, ആ ദൈവരാജ്യത്തിലേക്ക് ഒരുക്കപ്പെടുവാൻ നമുക്ക് കഴിയണം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 36 വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് 12:36, യജമാനൻ വന്നു മുട്ടിയാൽ, യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കത്തക്കവണ്ണം അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. ഞാനും നിങ്ങളും കർത്താവ് ഏത് സമയത്ത് വന്ന് വാതിൽ മുട്ടിയാലും ഞാൻ റെഡി എന്ന് പറയുവാൻ നമ്മൾ ഒരുക്കപ്പെടാം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗോരപ്പൂരിൽ തോമസ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ചില വർഷങ്ങളായി അദ്ദേഹം മരിച്ചിട്ട്. നമ്മൾ 20 വർഷത്തിന് മുമ്പ് ആ ഗോരപ്പൂരിൽ പവർ ക്യാമ്പ് നടത്താനായിട്ട് പോകുമ്പോൾ ആ പിതാവ് അന്ന് ഏകദേശം 80 വയസ്സ് പ്രായം, 96 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ മൈക്കിൽ കൂടെ സംസാരിക്കുന്നതിനേക്കാളും ശബ്ദമാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. നമ്മൾ ആ ക്യാമ്പസിനകത്തേക്ക് കയറുമ്പോൾ അദ്ദേഹം ചോദിക്കും, ആർ യു റെഡി? സ്വർഗത്തിൽ പോ നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതല്ല മറ്റൊന്നും അദ്ദേഹം ചോദിക്കാറ്. നമ്മൾ പ്രൈസറോട് പറഞ്ഞ അദ്ദേഹം ചോദിക്കുന്ന മറുപടി അതാണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നമുക്ക് എത്ര പേർക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്? കർത്താവ് പറയുന്നു, യജമാനൻ കല്യാണത്തിന് പോയി മടങ്ങി വരുമ്പോ വാതിൽ മുട്ടിയാൽ ഉടൻ തുറക്കാൻ കഴിയണം. എങ്കിലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. മത്തായി 25-ാം അധ്യായം വളരെ പരിചയമുള്ള ഭാഗമാണ്. മണവാളിനെ എതിരേൽക്കാൻ 10 കന്യകമാർ ഒരുങ്ങിയിരുന്നു, കാത്തിരുന്നു. പക്ഷെ 5 പേര് ഒരുങ്ങി, 5 പേര് ഒരുങ്ങിയില്ല. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ഇന്ന് പകൽ നമുക്ക് ഒരുങ്ങിയിരുന്നാൽ ആ കർത്താവിനോടൊപ്പം ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുക, ദൈവരാജ്യത്തിലെ സന്തോഷത്തിലേക്ക് ചെല്ലുക. നമുക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടോ? ഇനി എവിടെയൊക്കെയാ ഒരുങ്ങാനുണ്ട്? എവിടെയൊക്കെ ഇനി ഒരുങ്ങാനില്ലേ? നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞാൽ ഭൗതികമായ പല ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ആത്മാവ് അതിനായി ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് കർത്താവിന്റെ ശബ്ദം മധ്യാകാശത്തിൽ കേട്ടാൽ എന്റെ ഹൃദയത്തിന്റെ പലകയിൽ ആ ശബ്ദം കേൾക്കുമോ? അവിടെയാണ് വ്യത്യാസം. ആ ശബ്ദം കേൾക്കുന്നവർക്കും മാത്രമേ ഈ ശരീരം രൂപാന്തരപ്പെടുത്തി അവിടേക്ക് പോകാൻ കഴിയൂ. ആ ദൈവത്തിന്റെ ആത്മാവ് കണക്ട് ചെയ്യുവാൻ നോക്കിയിരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ആ കണക്ഷൻ നമ്മുടെ ചേർന്ന് വിട്ടുപോയോ? അല്ലേ? ചിലർക്ക് വിളിക്കുമ്പോ ഒരു സഹോദരനെ വിളിച്ചു, പറഞ്ഞു റീചാർജ് ചെയ്താലേ ഇൻകമിങ് കോള് കിട്ടുകയുള്ളൂ. അങ്ങോട്ട് വിളിച്ചാൽ പോലും ഇപ്പോ ആ സിം കട്ടായിരിക്കും. പലരെയും ചെല്ല വിളിക്കുമ്പോൾ പറയും ഇത് പരിധിക്ക് പുറത്താണ്. ആ കർത്താവിന്റെ റേഞ്ചിനകത്താണോ, ആ വചനത്തിന്റെ വെളിച്ചത്തിനകത്താണോ നമ്മൾ യാത്ര ചെയ്യുന്നത്? അതിന് പുറത്തുകൂടെയാണോ യാത്ര ചെയ്യുന്നത്? ഇന്ന് പകൽ നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയുമോ, കർത്താവെ ഞാൻ റെഡിയാണെന്ന് പറയുവാൻ? കർത്താവിനെ എതിരേൽക്കാൻ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. ഒരുങ്ങിയിരുന്നവർ മണവാളനോടൊപ്പം അകത്ത് കടന്നു. വാതിൽ, ആ രക്ഷയുടെ വാതിൽ അടയാറായി. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ UP-യിൽ യോഗം നടത്താൻ കഴിയില്ല. UP-യിലെ മിഷണറിമാരെ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ നടത്തിയ പോലീസ് ചോദ്യം ചെയ്യുന്ന കാലഘട്ടമാണ്. അതാണ് നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി.
ഏത് സമയവും ഈ പരസ്യമായ യോഗങ്ങളൊക്കെ അവസാനിപ്പിക്കുക. ഇന്ന് മറ്റു രാജ്യങ്ങളിൽ സൂം മീറ്റിംഗിൽ പ്രസംഗിച്ചതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദൈവദാസൻ ഈ ആഴ്ച. സൂം മീറ്റിംഗ് പോലും പ്രസംഗിക്കാൻ പാടില്ലാത്ത അവസ്ഥ. അങ്ങനെയാണ് പ്രതിസന്ധി. അത് കർത്താവിന്റെ വരവിന് മുന്നോടിയായി നടക്കുന്ന ഈറ്റുനോവിന്റെ അനുഭവങ്ങളാണ്. നമുക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ വചനം കേൾക്കാനുള്ള അവസരമുണ്ട്. കിട്ടുന്ന അവസരങ്ങളൊക്കെ ലോകത്തിന്റെ ഇമ്പമായത് കണ്ട് സമയം കളയാതെ നമ്മുടെ അകത്തെ മനുഷ്യന് ഒരുങ്ങുവാൻ, ഒരു ആത്മീക അഭിവൃദ്ധിക്ക് ആവശ്യമുള്ളത് കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഏറെ നന്ന്. നമ്മുടെ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. തന്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവസഭയാണ് കർത്താവിന്റെ കാന്ത. നമ്മുടെ ആത്മമണവാളൻ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന മണവാളനെ എതിരേൽപ്പാൻ തന്റെ കാന്തയാകുന്ന സഭയാണ് ഒരുങ്ങേണ്ടുന്നത്. ലോകത്തെ മുഴുവൻ കർത്താവ് പറയുന്നില്ല. നമുക്കൊരുങ്ങുവാൻ എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരുങ്ങുവാൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത് വിവാഹത്തിനെന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പൊ എന്തൊക്കെ ഒരുക്കങ്ങളാണ്. ചില പെൺകുട്ടികളെ കല്യാണത്തിന്റെ സ്റ്റേജിൽ വെച്ച് കണ്ടാൽ ഇത് ആ കുട്ടിയാണോ, ഈ അപ്പന്റെ അമ്മയുടെ മോളാണോ എന്ന് പോലും സംശയം തോന്നിപ്പോകും. അതുപോലെയാണ് ഇപ്പോഴത്തെ ഒരുക്കങ്ങൾ. ചർച്ചിലെ പാസ്റ്റർക്ക് പോലും ആള് മാറിപ്പോകുന്ന അനുഭവത്തിലേക്ക് മാറ്റം. അതുപോലെ ഒരുക്കങ്ങളുണ്ട്. ഈ ലോകത്തിൽ ഒരുങ്ങാനുള്ളവർ ഒരുങ്ങിക്കോട്ടെ. പക്ഷെ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് എത്രമാത്രമാണ് ദാഹമുള്ളത്. കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞു, പാസ്റ്ററെ, സഹോദരി വളരെ പ്രത്യാശയോടെ സ്വന്തമായ ആഭരണം വരെ മാറ്റിയതാണ്. പക്ഷെ ഇപ്പോ ലോകം അകത്ത് കയറി ഞാൻ പുറത്ത് കളഞ്ഞതെല്ലാം തിരിച്ച് ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കും. ആഭരണം മാറ്റിയില്ലൊരു സ്വർഗത്തിൽ പോകാമെന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല. പക്ഷെ അതിന്റെ ഹൃദയത്തിനകത്ത് ഒരു പരിച്ഛേദന ഉണ്ടാകും. ഇന്ന് പകൽ യേശു വന്നാൽ ആ ശബ്ദം എന്റെ ഹൃദയത്തിന്റെ ധമനികളിൽ കേൾക്കും. ഞാൻ ആത്മമണവാളിനെ സ്വീകരിപ്പാൻ ഞാൻ ഒരുക്കമാണെന്ന് പറയുക. എത്ര പേർക്ക് ആ താല്പര്യത്തോടെ ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര പേർക്ക് ആ ദാഹത്തോടെ ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്? പാസ്റ്റർ ബോധ്യപ്പെടുത്താനോ, മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താനോ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ഒരുങ്ങേണ്ടത് കർത്താവിന്റെ ബോധ്യമാകണം നീ ഒരുങ്ങിയിട്ടുണ്ടെന്ന്. അതാണ് ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമേയുള്ളത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും അറിയുന്നവർ നമ്മുടെ ദൈവം. സംഘത്തിൽ നമ്മൾ കേട്ടത് എന്താ? ദൈവത്തിന്റെ വചനം ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെ പോലും വിവേചിക്കുന്നതാ. നീ ഹൃദയത്തിനകത്ത് എന്ത് ചിന്തിക്കുന്നുവോ അതുപോലും തിരിച്ചറിയാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. ദൈവത്തിന് അസാധ്യമെന്നൊരു പദം ഇല്ല. കർത്താവിന്റെ സന്നിധിയിൽ ദൈവം ഒരു ദൈവദാസൻ വെളിപ്പാട് വ്യത്യസ്തമായിട്ടാണ്. 21 സുഭാസത്തിന് പ്രസംഗിക്കാമെന്ന ഒരു ദൈവദാസൻ ആരാധന കഴിഞ്ഞ് ഭവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മോളെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ അമ്മ മോനെ വിളിക്കുന്ന ശബ്ദം എങ്ങനെയാണോ അമ്മ വിളിക്കുന്ന അതേ ശബ്ദത്തിൽ, അതേ ഈണത്തിൽ ആ ദൈവദാസൻ വിളിച്ചു. അതുപോലെ വെളിപ്പാടുള്ള ദൈവദാസന്മാരുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ മനുഷ്യരുടെ മുമ്പിൽ പലതും നമുക്ക് ചെയ്യാം. ദൈവസന്നിധിയിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയുകയില്ല. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹോശേയ പ്രവചനം
2-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ദൈവം പറയുന്നതാണ് അഭിഷക്തനിലൂടെ, പ്രവാചകൻ. ഞാൻ നിന്നെ സദാകാലത്തേക്കും. ഒരു വ്യക്തിയല്ല, ഒരു ജാതിയെ നോക്കി ദൈവം പറയും. പുതിയ നിയമസഭയെ നോക്കി പറയുകയാ, ഞാൻ നിന്നെ സദാകാലത്തേക്കും നിശ്ചയിക്കും. അടുത്ത ഭാഗം. അതെ, നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ ഞാൻ വിവാഹത്തിന് നിശ്ചയിക്കും. ദൈവം പറയുന്നു, ദൈവം വിശ്വസ്തയോടെ നമ്മെ വിവാഹത്തിന് നിശ്ചയിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് വിശ്വസ്തതയുണ്ടോ? അതാണ് കർത്താവ് നോക്കുന്നത്. അടുത്ത ഭാഗം കൂടെ. നീ യഹോവയെ അറിയുകയും ചെയ്യും. ദൈവത്തെ അറിയണം. എന്നെ സദാകാലത്തേക്കും വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന എന്റെ ആത്മമണവാളൻ ആരെന്ന് ഞാൻ അറിയണം. ലോകത്തിൽ ഒരുപാട് കളിപ്പീരുകളുണ്ട്. ഒരിക്കൽ യാക്കോബിന്റെ അമ്മാവനോട് പറഞ്ഞു, ഞാൻ നിന്നെ 7 സംവത്സരം സേവിക്കാം, നിന്റെ ഇളയ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. രാവിലെ നോക്കിയപ്പോൾ ഇളയ മകൾക്ക് പകരം മൂത്ത മകളായി. പറ്റിക്കപ്പെടുകയാ ചെയ്തു. പിന്നത്തേതിൽ 7 സംവത്സരം കൂടെ സേവിച്ച് ഇളയ മകളെ കൈവശമാക്കേണ്ടി വന്നു. ഈ ലോകത്തിൽ അങ്ങനെ സംഭവിക്കാം. പക്ഷെ കർത്താവിന്റെ വചനത്തിന് തെറ്റുപറ്റാറില്ല. കർത്താവിന്റെ തിരഞ്ഞെടുപ്പിന് തെറ്റുപറ്റാറില്ല. ഇന്ന് പകൽക്കാലം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന തന്റെ മക്കളെ നടത്തുവാൻ ദൈവം സർവശക്തനാണ്. സദാകാലത്തേക്കും വിവാഹ നിശ്ചയം ചെയ്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം വായിക്കുമ്പോൾ, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. നമ്മെ നിർമ്മിച്ച ദൈവമാണ് നമ്മെ സ്വീകരിപ്പാനായിട്ട് ഇറങ്ങി വരുന്നത്. നമ്മുടെ സൃഷ്ടാവാകുന്നു നമ്മുടെ ഭർത്താവ് യഹോവ തന്നെ എന്ന് പറയും. കർത്താവ് തന്നെയാണ് നമ്മെ സ്വീകരിപ്പാൻ ഇറങ്ങി വരുന്നത്. വെളിപ്പാട് ദിവസം 21-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം. വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിന്റെ 9-ാമത് വാക്യം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. ഇന്ന് പകൽക്കാലം ആ കുഞ്ഞാടിന്റെ കാന്തയെ കാണണമോ? നമുക്കൊന്ന് ഉയരണം, ആത്മീകമായൊന്ന് ഉയരണം. ലോകത്തിന്റെ പലതും വിട്ടുയരുവാൻ നമുക്ക് കഴിയണം. ആത്മമണവാളനെ, ആ കാന്തയെ കാണുവാൻ 21-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. കാരണം ദൈവത്തിന് സ്തോത്രം പറയാം. ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് യോഹന്നാന് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് പകൽ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ കണ്ണുകളെ അടയ്ക്കണം. ഒരു നിമിഷം നമ്മെ തന്നെ ശോധന ചെയ്യാം. എണ്ണയുണ്ടോ? ദൈവസന്നിധി നമ്മെ തന്നെ ഒരുക്കി ആ കർത്താവിന്റെ സന്നിധി ഒന്ന് താഴ്ത്തി കൊടുക്കാം. യേശുവപ്പാ, അങ്ങേ എതിരേൽപ്പാൻ എനിക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്.
ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നമ്മൾ കേട്ടു, മണവാളൻ വരുന്നു, വാതിൽ തുറന്നു, ഒരുങ്ങിയിരുന്നവർ അകത്ത് പ്രവേശിച്ചു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഇന്ന് പകൽ സ്വർഗത്തിന്റെ വാതിൽ അടയുവാൻ സമയമായി. നമ്മുടെ ആത്മമണവാളൻ വരുവാൻ സമയമായി. തന്റെ സഭയെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വരുവാൻ സമയമായി. യോഹന്നാൻ ആത്മാവിൽ കാണുകയാണ്, ഓ മണവാട്ടിയെ പോലെ അലങ്കരിക്കപ്പെട്ട നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ, ഹൃദയംഗമായി നമുക്ക് ഒരുങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ ദൈവത്തോട് ചോദിക്കാം. ഹല്ലേലൂയ. അழைத்தவரே, அழைத்தவரே